ഇവര് അദ്ദേഹത്തിന്റെ നോട്ടം, അദ്ദേഹത്തിന്റെ ഉച്ചാരണശുദ്ധി, അദ്ദേഹത്തിന്റെ സമീപന രീതി, ഇതിനൊക്കെ മുറിച്ചെടുത്ത് വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവസരവാദികളായ ചിലരെയെല്ലാം ഇടതുപക്ഷത്ത് നിന്ന ആളുകളെ അടർത്തിയെടുത്ത് UDF പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥികളൊക്കെ ആക്കി മാറ്റി. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രചരണങ്ങളുടെ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുക. ഇനി കഷ്ടിച്ച ഒരാഴ്ചക്കാലമാണ് പരസ്യ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പായിട്ട് നടക്കുക. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം തയ്യാറാക്കിയ അജണ്ടകൾക്ക് ചുറ്റുമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി മുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന പൊതുവായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നല്ല സ്വീകാര്യത കിട്ടിയിരിക്കുക. എല്ലാ ദിവസവും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 പൊതുപരിപാടികൾ കേരളത്തിൽ നടക്കുന്നു. രാവിലെ അദ്ദേഹത്തിന്റെ പ്രതിദിന പത്രസമ്മേളനം നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രതിപക്ഷം തന്നെ ഉയർത്തുന്ന തെറ്റായ പ്രചാരവേലകൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന അപവാദങ്ങളും വിവാദങ്ങളും, ഇതൊക്കെ സമൂഹത്തിൽ മേൽക്കൈ കിട്ടാത്ത തരത്തിൽ, അപ്പോൾ പ്രതിപക്ഷ പ്രചരണങ്ങൾക്കും ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുടെ പ്രചരണങ്ങൾക്കും മേൽക്കൈ കിട്ടാത്ത തരത്തിൽ ഇടതുപക്ഷം രൂപപ്പെടുത്തിയിരിക്കുന്ന ശരിയായ രാഷ്ട്രീയ നിലപാടിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസനോത്മുഖമായ പൊതുസമീപനത്തിനും നല്ല സ്വീകാര്യത ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നുയർന്നിരിക്കുകയാണ്. പതിവ് പോലെ ധാരാളം അസത്യ പ്രചരണങ്ങൾ നടത്താൻ UDF ശ്രമിക്കുകയുണ്ടായി. അതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു സ്വീകാര്യതയും ഇതുവരെ നേടിയിട്ടില്ല. അപ്പൊ UDF പ്രചരണങ്ങൾ പാഴായി പോകുന്നൊരു സാഹചര്യം വന്നുയർന്നിരിക്കുകയാണ്. UDF രാഷ്ട്രീയമായി പ്രചരിപ്പിച്ച അപവാദങ്ങൾ ഒരു ഭാഗത്ത് അസ്വീകാര്യമായപ്പോൾ വേറൊരു തലത്തിൽ വലിയ കളവുകൾ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. ആ കളവുകളും ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പിന്നെ പതിവ് പോലെ കേരളത്തില് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് കുറെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുകയും ചെയ്തു. കേരളം തികച്ചും മതനിരപേക്ഷമായ സെക്കുലറായ അതിന്റെ വീക്ഷണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു ജനവിധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ അത് ഇടതുപക്ഷത്തിന് നൽകുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തെ മേൽക്കൈ ഇല്ലാതാക്കും. അതിന് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ട് ഇവര് അദ്ദേഹത്തിന്റെ നോട്ടം, അദ്ദേഹത്തിന്റെ ഉച്ചാരണശുദ്ധി, അദ്ദേഹത്തിന്റെ സമീപന രീതി, ഇതിനൊക്കെ മുറിച്ചെടുത്ത് വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രകോപനപരമായ ചില മാധ്യമപ്രവർത്തകരെന്നെ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യങ്ങളിലൂടെ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ തോതിൽ
മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരവേലകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന് അജണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ അതും കേരളം നിരാകരിക്കാൻ പോവുകയാണ്. നല്ല സാധ്യത രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടൊരു വിജയം ഇടതുപക്ഷത്തിന് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ടകളെയും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാടിനെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയാൻ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക്, അതിന്റെ മുകളിൽ മേന്മേറിയ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് UDF-നില്ല എന്നത് വ്യക്തമായിരിക്കും. തെരഞ്ഞെടുപ്പിൽ ഒരു ചലനം ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതിയ രണ്ടിടപെടലാണ്. ഒന്ന്, കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കന്മാർ ഇവിടെ വന്നു, പ്രധാനമന്ത്രി ഇവിടെ വരണ്ടേ. പക്ഷെ അതൊന്നും കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷാനുകൂല മനോഭാവത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും UDF അനുകൂല മാധ്യമങ്ങളെയൊക്കെ പിടിച്ച് കുറച്ച് കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇപ്പോൾ. പക്ഷെ അതിനും വലിയ സ്വീകാര്യത കിട്ടാൻ പോകുന്നില്ല. അവസരവാദികളായ ചിലരെയെല്ലാം ഇടതുപക്ഷത്ത് നിന്ന ആളുകളെ അടർത്തിയെടുത്ത് UDF പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥികളൊക്കെ ആക്കി മാറ്റി ഒരു ചലനം ഉണ്ടാക്കാം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ ഉപയോഗപ്പെടുത്തിയും അധികാരത്തിലേക്ക് കയറാനുള്ള ഒരു ഊന്നുവടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള UDF-ന്റെ ഗൂഢാലോചനയും തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണത്തെ കാണുന്നു എന്നുള്ള ഒരു സാഹചര്യവും രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്.